ഹലോ എവ്രിവൺ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പേജ് സിനിമയിലെ നായകൻ അരുൺ അശോകാണ്. ഹലോ. ഹായ്. എനിക്ക് തോന്നുന്നു നമ്മളൊരു വലിയ ഇൻട്രോയിലേക്കൊക്കെ പോകുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ അങ്ങ് സംസാരിച്ച് തുടങ്ങുന്നതായിരിക്കും എന്നല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ സിനിമ എന്ന് പറഞ്ഞാൽ കുറെ ആളുകളുടെ ഇഷ്ടം അല്ലെങ്കിൽ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ആളുകളാണ് വരുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ സിനിമയിലേക്ക് നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു ഇഷ്ടം തുടങ്ങുന്ന ഒരു സമയമുണ്ട്. ആ ഒരു ടൈമിനെ എങ്ങനെ ഓർത്തെടുക്കുന്നത്? ആഹ്, ഞാൻ ചെറുപ്പം മുതലേ ഒരുപാട് സിനിമകൾ കാണാറുണ്ടായിരുന്നു. മമ്മൂട്ടി, മോഹൻലാൽ അവരൊക്കെ എൻ്റെ ഐക്കോൺസാണ്. ഒരു എല്ലാ ഐക്കോൺ. മലയാളികളുടെയും. അപ്പോ ആഹ്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ എൻ്റെ സ്കൂള് തൃശ്ശൂർ, ചെർപ്പ് ആ ഭാഗത്തായിരുന്നു അഭിനയം ഉണ്ടായിരുന്നത്. അപ്പം അവിടെ ഒരു വടക്കൻ വീരഗാഥ സിനിമ വന്നു. ഉം. അപ്പോൾ ആ ഒരു പ്രായം നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു പടം. അപ്പോൾ അതിൽ മമ്മൂട്ടി സാർ അഭിനയിക്കുന്നു. അപ്പോൾ ഫാനായി. ഉം. അപ്പോൾ അത് കഴിഞ്ഞ് ഷൂട്ട് കാണാൻ പോയി. അല്ല ഐ മീൻ ഞാൻ കാണുമ്പോൾ അതിൻ്റെ ആ പടം കാണാൻ പോയപ്പോൾ തിയേറ്ററിൽ അപ്പോൾ ഭയങ്കരമായിരുന്നു. ലൈക്ക് വാവ്, എന്ത് രസമായിട്ടാ ആ ക്യാരക്ടർ ചെയ്യുന്നു. അങ്ങേര് അഭിനയിച്ചത്. പിന്നെ ആ മൊത്തം അപ്പം ആ മേക്കിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം നമ്മുടെ മലയാള സിനിമയുടെ ഒരു ലൈക്ക് ഭയങ്കര ഫാൻ ആയിരുന്നു ഞാൻ. അപ്പം അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ മോഹൻലാൽ സാറിൻ്റെ സതയം, ഓ മാൻ, ലൈക്ക് അതെങ്ങനെ ആ കണ്ണുകളിൽ ഉള്ള ആ ഒരു എന്താ പറയുക, കണ്ണുകളെ കൂടെ അങ്ങനെ അഭിനയിക്കുന്നു. അതൊക്കെ ഒരു ഭയങ്കര ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഓരോരോ നമുക്കുള്ള നമ്മുടെ ഒരു അഹങ്കാരമാണ് മമ്മൂട്ടി ആൻഡ് മോഹൻലാൽ. അപ്പോൾ അവരൊക്കെയാണ് നമ്മുടെ ഇൻസ്പിറേഷൻ ഇൻ ടേംസ് ഓഫ് ആക്ടിങ്. ഡയറക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡയറക്ടേഴ്സും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, കാരണം ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കണ്ടു വളർന്നു വന്നത് എൻ്റെ ചെറുപ്പകാലം മുതൽ. അങ്ങനെയാണ് സിനിമകളോടുള്ള ഇഷ്ടം സിനിമകളുടെ തുടങ്ങുന്നത്. ഇഷ്ടം ഒക്കെ തുടങ്ങുന്നതും. അപ്പോൾ നമ്മളിങ്ങനെ കാണുമ്പോഴും നമ്മൾ ഇങ്ങനെ ഐ മീൻ ലൈക്ക് ഐ എം എ മൂവി ലവർ. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് സിനിമകൾ കാണുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ലൈക്ക് നമുക്കും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് ആഗ്രഹിക്കാറുണ്ടായിരുന്നു. അങ്ങനെ വന്നു. ഓക്കെ. ഇപ്പൊ ഈ സിനിമയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് സാധാരണ എല്ലാ ആളുകളും ഇപ്പൊ ഇവിടെ കുറച്ച് നാൾ പഠിക്കുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു സാറിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും അങ്ങനെയൊക്കെ ആയിരിക്കും. അത് കഴിയുമ്പോൾ നമ്മൾ വേറൊരു രാജ്യത്തേക്ക് പോകുന്നു, മൈഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോഴും നമ്മുടെ പാഷൻ നമ്മുടെ അകത്ത് തന്നെ അങ്ങനെ തന്നെ കിടക്കും. അതെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരുന്നു അവിടെ ചെന്നപ്പോഴും ഷോർട്ട് ഫിലിംസ് അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ അതിന്റെ കൂടെ കൊണ്ടുപോയത്. അത് തീർച്ചയായിട്ടും. അപ്പം ഞാൻ പഠിച്ചത് ശ്രീ കാലറുമ കോളേജ്, ഡിഗ്രി അവിടെയായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ആദ്യമായിട്ട് ക്യാമ്പസ് ഷോർട്ട് ഫിലിംസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം ഡീഫോറസ്റ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കോളേജ്. ശ്രീ അതെ. കാലറുമ കോളേജ്. നല്ല രസമാണ്. അപ്പം അപ്പോൾ ഡീഫോറസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് എൻ്റെ മനസ്സിൽ വന്നു. ഞാൻ അതിനെക്കുറിച്ച് എഴുതി. അപ്പോൾ ഞങ്ങളൊരു ടീമിനെ ഉണ്ടാക്കി. അപ്പോൾ ആ ടീമിലുള്ള ഒരുപാട് പേര് ഇപ്പോൾ സിനിമയിലുണ്ട്. അപ്പോൾ അന്ന് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് തന്നെ ഒരു ഷോർട്ട് ഫിലിമിൽ, ആ സമയത്ത് ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല. ലൈക്ക് ടോക്കിംഗ് അബൌട്ട് 2000 ദോസ് ആ ഇനീഷ്യൽ അതെ, അതെ. 2K സമയത്ത്. യൂട്യൂബൊക്കെ കുറച്ചുകൂടെ സജീവമായതിനു ശേഷമാണ് നമുക്ക് ഇതുപോലെയൊക്കെ അല്ല. വന്നത്. അപ്പോൾ ആ സമയത്ത് അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത സമയമായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ചെറിയൊരു ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്യാനൊക്കെ ഉള്ളൊരു അപ്പോൾ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് എൻ്റെ മാഷുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ശിഷ്യനായിട്ട് ഞാൻ അതിലൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചെറിയ ചെറിയ തോതിലൊക്കെ ആ രീതിയിലൊക്കെ സിനിമയിൽ വരാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പഠിപ്പ്, പിന്നെ വീട്ടുകാരുടെ ലൈക്ക് അവരുടെ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് ഞാൻ കൂടുതൽ വാല്യൂ കൊടുത്തു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കൂടുതൽ സ്റ്റഡീസിലേക്ക് കടന്നതും. പിന്നെ അങ്ങനെ ഡിഗ്രി മാസ്റ്റേഴ്സൊക്കെ കഴിഞ്ഞ് അങ്ങനെ ജോലി ഓസ്ട്രേലിയ. അതെ, ജോലി അല്ല, ഞാൻ പിന്നെ അബുദാബിയിലുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ അബുദാബിയിൽ നിന്ന് പിന്നെ ഖത്തർ, അങ്ങനെ പിന്നെ നാട്ടിൽ വർക്ക് ചെയ്യണമെന്നൊരു മോഹം ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പം അങ്ങനെ നാട്ടിൽ ഞാൻ വന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നാട്ടിലുള്ള ആൾക്കാരെങ്ങനെയാണ് ലൈക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള ആ ഒരു വർക്ക് കൾച്ചർ എനിക്ക് അറിയാമെന്ന് വരെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ഗൾഫിലത്തെ ജോലിയൊക്കെ അവസാനിപ്പിച്ച് ഞാൻ നാട്ടിലേക്ക് വന്നു. അങ്ങനെയാണ് ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തു. അപ്പം ആ ഒരു ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്തു, കേരളത്തിൽ വർക്ക് ചെയ്തു. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിരുന്നു. ഭയങ്കര നോളജ്ഫുൾ ആണ്. ലൈക്ക് ആ സമയത്തൊക്കെ ലൈക്ക് BPO
ഒക്കെ ഉള്ള സമയത്ത് BPO, പിന്നെ അത് കഴിഞ്ഞ് കോൾ KPO. സെന്റർ. BPO ഉണ്ടായിരുന്നു, KPO ഉണ്ടായിരുന്നു, നോളേജ് പ്രോസസ് ഔട്ട്സോഴ്സിങ്. ഓക്കെ. അത് ദാറ്റ് വാസ് സംതിങ് ഡിഫറെൻറ്റ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇവിടെ നിന്നാണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്മെൻറ്റ്സും വരുന്നത്. കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ഓക്കെ. ഞാൻ ആക്ച്വലി ഒരു ഇന്റർ ബാങ്കിലെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മാർക്കറ്റ് ഈ FX റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ ഇവിടെ പഠിപ്പിക്കാനായിരുന്നു ഞാൻ ഇവിടെ വന്ന് വർക്ക് ചെയ്തതും സംഭവങ്ങളൊക്കെ ചെയ്തത്. പിന്നെ വീണ്ടും ഞാൻ തിരിച്ച് ഗൾഫിൽ പോയി. അങ്ങനെ അവിടുന്ന് പിന്നെ ഓസ്ട്രേലിയയിലേക്ക് പോയത്. ഓക്കെ. അപ്പൊ ഈ സിനിമ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ. അപ്പൊ മലയാള സിനിമ തന്നെ ആയിരുന്നോ ലക്ഷ്യം? അത് അവിടെ ചെന്നിട്ട് ഇപ്പൊ ഈ ഷോർട്ട് ഫിലിംസ് ചെയ്തു, ഇംഗ്ലീഷിലാണ് ചെയ്തത്. അപ്പൊ നമുക്ക് നമ്മുടെ മാതൃഭാഷയിൽ അത് ചെയ്ത് ഫലിപ്പിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ ഏറ്റവും അതെ. വലിയ കാര്യം. അതെ. അപ്പൊ ഈ മലയാള സിനിമ തന്നെ ആയിരുന്നോ മനസ്സിനകത്തിരിക്കുന്നത്? തീർച്ചയായിട്ടും മലയാള സിനിമയാണ് എന്നും എൻ്റെ മദർ ടങ്ങാണ്. അപ്പോൾ എനിക്ക് ഇന്നും എൻ്റെ ആഗ്രഹം മലയാളത്തിൽ തന്നെ ചെയ്യണം തന്നെയായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷെ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്ന കോൺസെപ്റ്റ്സ് വാസ് ഇംഗ്ലീഷ് ഷോർട്ട് ഫിലിം. ഉം. അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാനുള്ള കാരണം ഉണ്ടായിരുന്നത്. അത് അവിടുത്തെ പീപ്പിൾ അങ്ങനെ ഉദ്ദേശിച്ചായിരുന്നല്ലോ ചെയ്തത് അല്ലേ? അല്ലാണ്ട് നമ്മൾ മലയാളി ഓഡിയൻസിലേക്ക് അത് വരുമെന്ന് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആണത്. അത് അതൊക്കെ കോൺസെപ്റ്റ് അങ്ങനെയായി വന്നു. ഓക്കെ. ഓക്കെ. പക്ഷെ ഞാൻ മലയാളത്തിലേക്ക് ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. ഞാൻ വേറെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് അത് പ്രതീക്ഷിക്കാം പെട്ടെന്ന്. ദൈവം സഹായിച്ചിട്ട്. ഓക്കെ. അപ്പൊ നമ്മുടെ ഏറ്റവും പുതിയ വിശേഷം പേജാണ്. യെസ്. പേജ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ ബുക്സ് അല്ലെങ്കിൽ സ്കൂള് ആ ഒരു ഓർമ്മകൾ. അപ്പൊ ഈ പേജ് എന്നുള്ള ആ ഒരു ടൈറ്റിലേക്ക് വരുന്നത് എങ്ങനെയാ? അത് ഡയറക്ടറിൻ്റെ ബ്രില്യൻസ് ആണ്. ഡയറക്ടർ അത് ഡോക്ടർ അനീഷ് ഉറുമ്പിൽ ആണ്. പുള്ളിക്കാരൻ ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത് സോഷ്യൽ വർക്ക് അതിലാണ്. അപ്പോൾ സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് ചെയ്യാനാണ് പുള്ളിക്കാരന് താല്പര്യം ഉണ്ടായിരുന്നത്. പുള്ളിക്കാരൻ്റെ 3ാമത്തെ പടമാണത്. ഓക്കെ. അപ്പം അങ്ങനെ പേര് ആദ്യമേ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റിൽ എല്ലാ പടവും ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് പുള്ളിക്കാരൻ എന്ത് പേരിടണം? പേരിടുന്നത്. അങ്ങനെ പുള്ളിക്കാരൻ ഇട്ട ഒരു പേരാണ് പേജ് എന്ന് പേജ് പറയുന്നത്. അത് എന്നുള്ളത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഈ കഥയിൽ പല ഡിഫറെൻറ്റ് ഇമോഷൻസ് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഓരോ പേജും ഓരോ ഇമോഷൻസാണ്. അതിൽ ഫാമിലി ബോണ്ടിങ് ഇമോഷൻ, പിന്നെ അതിൽ കൗമാരത്തിൻ്റെ ലവ് വരുന്നുണ്ട്, അതിൽ സങ്കടം വരുന്നുണ്ട്, അതിൽ ഭയാനകമായിട്ടുള്ള സീൻസ് വരുന്നുണ്ട്. പക്ഷേ അപ്പോൾ എല്ലാ രീതിയിലും ഓരോ ഇമോഷൻസ് കടന്നു പോകുന്ന രീതിയിലാണ് പടം. ഒരു ഫാമിലി എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ്, പക്ഷേ സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് അതിൽ കൊടുക്കുന്നത്. ഓക്കെ. ഇപ്പൊ ഓസ്ട്രേലിയയിലെ മൂവിയുടെ കാര്യം പറഞ്ഞു, അവിടെ ചെയ്തു, ഇവിടെ വന്നിട്ട് മലയാളം ചെയ്തു. അപ്പൊ രണ്ടും തമ്മിലൊരു ഡിഫറൻസ് എങ്ങനെയാ നോക്കി കാണുന്നത്? കണ്ടന്റ് വൈസ് ആണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, കണ്ടന്റ് വൈസ് നമ്മുടെ ഇവിടെ ആയിരിക്കാം കൂടുതലായിട്ടുള്ള വെരി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് ഇവിടെ. പക്ഷെ മേക്കിങ്ങിൻ്റെ വൈസ് അവിടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇപ്പം നമുക്ക് ഫ്രെയിം വൈസ് ഒക്കെ നോക്കുമ്പോൾ ഉള്ള ഡിഫറെൻറ്റ് ഫ്രെയിംസ് നമുക്ക് അവിടെ കിട്ടാം. ഇപ്പോൾ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ഥലമുണ്ട്, ഡിഫറെൻറ്റ് ഫ്രെയിംസ് വെക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഉള്ളൊരു ലിമിറ്റേഷൻസ് ഉണ്ടാവും. നമുക്കിപ്പോൾ കൊച്ചിയിൽ തന്നെ നമുക്ക് പല രീതിയിലും പല സിനിമയിലും നമ്മൾ കാണിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അത് പക്ഷെ ആ ലിമിറ്റഡ് സ്പേസിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഈ മാജിക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതൊരു വലിയ ചാലഞ്ചുമാണ്. അപ്പോൾ മലയാള സിനിമയിലേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അത്രയും വളരെ എന്താ പറയുക, അത്രയും യുണീക്ക് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റും കൊണ്ടുവരണം, യുണീക്ക് ആയിട്ടുള്ളൊരു ഫിലിം മേക്കിംഗ് ആയിരിക്കണം. അത് മലയാളി പ്രേക്ഷകരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് പൊതുവെയുള്ള ഒരു സംസാരം. അപ്പോൾ അത് നമ്മൾ മീറ്റ് ചെയ്യണമല്ലോ. അതെ. അപ്പോൾ അത് പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ നമ്മുടെ കൾച്ചർ ഇപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്ത് നമ്മളൊരു വിദേശത്ത് പോയിട്ട് നമ്മളത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഇനീഷ്യലി ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കും. പക്ഷെ പിന്നീട് കാരണം അവരുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുന്നത്, നമ്മുടെ ഫുഡ് ചിലപ്പോൾ വെസ്റ്റേണേഴ്സിന് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടില്ല. കാരണം അവരുടെ ടേസ്റ്റ് ബഡ് വ്യത്യാസമുണ്ട്. നമ്മൾ വിചാരിക്കും അയ്യോ എന്താ അങ്ങനെയാണ്. പക്ഷെ അത് ഓരോരുത്തരുടെ രീതിയാണ്. പക്ഷെ അപ്പോൾ അതൊരു നമ്മുടെയും അവരുടെയും കൂടിയിട്ടുള്ള ഒരു മിക്സഡായിട്ട് നമ്മൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ദെൻ ഇറ്റ്സ് ആക്സെപ്റ്റബിൾ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഫിലിം മേക്കിംഗ്.
ഐ സീ ലൈക്ക് ദാറ്റ്. ബിക്കോസ് അപ്പം നമുക്ക് എല്ലാ ചേരുവകളും കൂടിയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് മലയാള സിനിമ ഇനി ഗ്ലോബൽ ലെവലിലേക്ക് പോകണം. ഉം. അതിലേക്ക് നമ്മൾ എങ്ങനെ പറ്റും. എത്തിക്കാൻ കാരണം പറ്റും. നമ്മൾ ഓഡിയൻസിന് അത്രയും പവറുണ്ട്. നമ്മൾ ഓഡിയൻസ് അങ്ങനെ ചെറിയ സംഭവങ്ങളൊന്നും ആക്സെപ്റ്റ് ചെയ്യില്ല. അതെ. ഐ മീൻ ലൈക്ക് ഒരു കൂടി പരിപാടി എന്ന് പറയുന്നത് അതെ, അതെ. അതൊന്നും പറ്റില്ല. അതിപ്പോ റിവ്യൂ ഒക്കെ ഉള്ളത് കൊണ്ട് കറക്റ്റ് ആയിട്ട് നോക്കിയെടുത്തില്ലെങ്കിൽ ഭയങ്കര അപ്പൊ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രീ പ്രൊഡക്ഷൻ വളരെ നന്നായിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഞാൻ പഠിച്ച പാഠം. നന്നായിട്ട് പ്രീ പ്രൊഡക്ഷൻ ചെയ്ത് അതിനെ നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കണം. അതല്ലെങ്കിൽ അതിന്റെ ആക്സെപ്റ്റൻസ് വേറെ ആയിരിക്കും. ഓക്കെ. സൂത്രവാക്യല്ലേ ഇതിന് മുൻപ് ചെയ്തത്? അപ്പൊ സൂത്രവാക്യായിരുന്നു ഈ സിനിമയിലേക്കുള്ള ഒരു എൻട്രി തരാനുള്ള ഒരു റീസൺ എന്ന് പറയാൻ? ഡെഫിനറ്റ്ലി. കാരണം ഇപ്പം ഞാൻ ചെറിയ ചെറിയ റോൾസ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് കണ്ടു. ഇതിൻ്റെ ഡയറക്ടർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസർ ഓസ്ട്രേലിയയിലാണ്, ബിനോജ് വില്ല. അപ്പോൾ നേരത്തെ പരിചയമുണ്ടോ നിങ്ങൾ തമ്മിലുണ്ട്? പുള്ളിക്കാരൻ എൻ്റെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം കണ്ടിട്ട് അങ്ങനെ പരിചയപ്പെട്ടതാണ്. അപ്പം അങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞു ഇങ്ങനെ ഡോക്ടർ അനീഷ് ഉർബൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അപ്പോൾ ഇങ്ങനെ അവരൊരു ഓഡിഷൻ വയ്ക്കുന്നുണ്ട് ഈ ഐ മീൻ ലൈക്ക് ഇങ്ങനെ ഒരു സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ഒരു മൂവിക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡെഫിനറ്റ്ലി. അപ്പോൾ നമ്മൾ ഓൺലൈനിലാണ് എല്ലാ കോൺവെർസേഷൻ നടന്നത്. ഐ തിങ്ക് മെയ് ആ സമയത്ത്, ഓഗസ്റ്റ് അതിന് മുമ്പ് ആ സമയത്തായിട്ടാണ്. പെട്ടെന്നായിരുന്നു എല്ലാം. അപ്പം അങ്ങനെ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞു, ഇതാണ് സംഭവം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് തോന്നി അയ്യോ ഇത് എന്തായാലും ചെയ്യണം എന്ന് തോന്നി. അതിനൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏപ്രിലിൽ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ തൃശ്ശൂർ പൂരം നമ്മുടെ വെടിക്കെട്ടൊക്കെ കാണും. അതെ, ഞാൻ തൃശ്ശൂർകാരനാണല്ലോ. അപ്പോൾ പിന്നെ തൃശ്ശൂർ പൂരം മിസ്സാക്കാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യും. അപ്പം അങ്ങനെ വെടിക്കെട്ട് കാണാൻ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഞാൻ പോയി. അപ്പോൾ ആ സമയത്ത് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ് പാർക്ക് ചെയ്ത് ഒരുപാട് ദൂരം നടക്കണമെന്ന് ബ്ലോക്ക് കാരണം കൊണ്ട്. അപ്പം നടക്കുന്ന ആ നടപ്പാതയിൽ ആക്ച്വലി ഇവിടെ ഇങ്ങനെ 2-3 കാർസ് ഇങ്ങനെ പാരലായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് കുട്ടികൾ ലൈക്ക് ടീനേജ് പ്രായമുള്ള കുട്ടികൾ ദേ വർ ഇൻടോക്സിക്കേറ്റഡ്. അപ്പോൾ അങ്ങനെ ആയിട്ടുള്ളൊരു ലെവൽ അവരെ കണ്ടു. അപ്പോൾ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യാൻ പോയപ്പോഴേക്കും അവരെ ലൈക്ക് മാറ്റി. ദെൻ ദേ വെൻ പക്ഷെ അവർ എന്ത് ഇൻടോക്സിക്കേഷനാണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഐ ഫെൽറ്റ് ലൈക്ക് അപ്പം എനിക്ക് തോന്നി എൻ്റെ മനസ്സിൽ ഇതിൻ്റെ ഒരു അവയർനെസ്സിൽ നമുക്ക് എന്തെങ്കിലും, ഞാനിപ്പോൾ മൂവിയായിട്ട് റിലേറ്റഡ് ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നന്നായിരുന്നല്ലോ ഈശ്വര എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഞാൻ തിരിച്ച് അവിടെ പോയപ്പോൾ ഇങ്ങനെ ഒരു കോൺസെപ്റ്റും കൊണ്ട് ഡയറക്ടർ വരുന്നത്. ഞാൻ പറഞ്ഞു ഡെഫിനറ്റ്ലി ലൈക്ക് അപ്പം ഞാൻ വുഡ് ലവ് ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എന്നെ കണ്ടപ്പോൾ പറഞ്ഞു ലൈക്ക് ഇതിൻ്റെ ഒരു മെയിൻ ലീഡ് റോൾ ആയിട്ടുള്ളത് ജോൺ പോൾ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓഡിഷൻ ഉണ്ട്, കുറച്ച് ഞാൻ ഡയലോഗ്സും കാര്യങ്ങളും അയച്ചു തരാം, അതൊന്നും എനിക്ക് ചെയ്തു തരാൻ പറഞ്ഞു. അപ്പം ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരാളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അപ്പം തന്നെ അതിലേക്ക് ഞാൻ ചാടി വീഴും. ആ വാല്യൂ കാരണം ഞാൻ ആ പൊസിഷനിൽ ഇരുന്നിട്ടുള്ളതാണ് ആസ് എ ഡയറക്ടർ. അപ്പോൾ എനിക്കതിൻ്റെ ലൈക്ക് അപ്പം ഞാൻ അപ്പം തന്നെ ആ ദിവസം അന്ന് തന്നെ പല ഡിഫറെൻറ്റ് കോസ്റ്റ്യൂംസൊക്കെ ഇട്ട് ആ ഓഡിഷൻ ചെയ്ത് ഞാൻ അയച്ചു കൊടുത്തു. അപ്പോൾ എൻ്റെ അടുത്ത് പുള്ളിക്കാരൻ അപ്പം തന്നെ കൊടുത്തു, ഞാൻ ഇത്രയും പെട്ടെന്ന് അയച്ചിരുന്നു വിചാരിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം കാരണം നിങ്ങൾക്ക് ഇനിയും ഓഡിഷൻ ചെയ്യാനുണ്ടോ പല ആൾക്കാരെയും. അപ്പം വേഗം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തന്നെ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീരുമാനമാവുമല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞു ലൈക്ക് ഞാൻ JP ആയിട്ട് സങ്കല്പിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞു. നമ്മൾ ശരി, നല്ല കാര്യം. പിന്നെ യാദൃശ്ചികമായിട്ടാണ് അനുശ്രീ ഇതിലേക്ക് നായികയായിട്ട് വരുന്നത്. ഇല്ല. അതായത് ഇനീഷ്യൽ ഡിസ്കഷൻസിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. പിന്നെയാണ് അവർ സ്റ്റാർ കാസ്റ്റിംഗിലേക്ക് കടക്കാൻ തുടങ്ങിയത്. അപ്പം അങ്ങനെയാണ് അനുശ്രീ അതിൽ വരുന്നത്, എൻ്റെ പേരായിട്ട് ലീഡ് ആക്ട്രസ് ആയിട്ട് വരുന്നത്. പിന്നെ ഷാജി എന്നാണല്ലോ നമ്മൾ എല്ലാവർക്കും ഷാജി നവോദയ. സോ പുള്ളിക്കാരൻ വന്നു. അതൊക്കെ ഈ സബ്ജക്റ്റ് കേട്ടിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ് അവരൊക്കെ. പിന്നെ നമ്മുടെ വേറെയും ലൈക്ക് സീമാജി നായർ അവർ വന്നു, ബിബിൻ ജോർജ്
ആ. ആ പുള്ളിക്കാരൻ ലൈക്ക് ആസ് എ ക്യാമിയോ ആയിട്ടാണ് പുള്ളിക്കാരൻ. അപ്പോൾ ഇതിലേക്കൊക്കെ ലൈക്ക് ഇതൊരു ചെറിയൊരു നമുക്ക് ലൈക്ക് ഒരു ചെറിയൊരു കൂട്ടായ്മയിൽ ഉണ്ടാവുന്ന ഒരു ഫിലിമാണല്ലോ. ഉം. അപ്പം അതിലേക്കൊക്കെ ഇവർക്കൊക്കെ വരാൻ പറ്റി. പിന്നെ ഇതിൽ ഒരുപാട് കുട്ടികൾ നമ്മൾ ലൈക്ക് ന്യൂ കമ്മേഴ്സ്, ഞാനും ഒരു ന്യൂ കമ്മറാണ്. ഉം. അപ്പോൾ അതിലേക്കൊരു അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ലൈക്ക് ഓഡിയൻസിൻ്റെ കയ്യിൽ നിന്ന്. ലൈക്ക് ഇങ്ങനത്തെ കൊച്ചു സിനിമകളെ ഹെൽപ്പ് മാക്സിമം ചെയ്യുക പ്രൊമോട്ട് മാക്സിമം. ചെയ്യണം. അല്ല എന്ന് വെച്ചാൽ അങ്ങനെ ഹെൽപ്പ് ചെയ്താലാണ് ഇങ്ങനത്തെ ചെറിയ സിനിമകൾ വന്ന് നമുക്ക് ഒരു സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സിൽ പോകുള്ളൂ. ഉം. അല്ലെങ്കിൽ എല്ലാം വളരെ കമേഴ്ഷ്യൽ ഞാനത് ചോദിക്കാൻ വരികയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചപ്പോൾ നമുക്ക് ആസ് ആൻ ആക്ടർ അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കർ നമുക്ക് കുറച്ചുകൂടി റീച്ച് കിട്ടണമെങ്കിൽ ഇതുപോലെ കമേഴ്ഷ്യലി പോകണമല്ലോ. അപ്പോൾ ഈ സിനിമ അങ്ങനെ അല്ല വരുന്നത്. അല്ല. അപ്പോൾ ഇത് പറഞ്ഞ പോലെ നമുക്ക് സോഷ്യൽ റെലവൻ്റ് ആണ് എന്നുള്ളൊരു അതെ സബ്ജക്റ്റ് ആണ്. അതെ അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചായിരുന്നോ? അങ്ങനെ ഇതിൻ്റെ കരിയറിന് എങ്ങനെ ആയിരിക്കും വരുന്നത്? അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. ഇല്ല. അയ്യോ! ഒരിക്കലും ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാനും ഇപ്പോൾ ഇതിലുള്ള എല്ലാ യൂണിറ്റിലുള്ള എല്ലാവരും ഈവൻ സ്പോട്ട് ബോയ് അടക്കം ലൈക്ക് എവരി വൺ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് ഈ കോൺസെപ്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ്. എന്നുള്ളതാണ്. കാരണം പല കുടുംബങ്ങളും ഇതിലേക്കൂടെയൊക്കെ ചിലപ്പോൾ കടന്നു പോകുന്നുണ്ടാവും. അപ്പോൾ ഇത് അവരിലേക്ക് എത്തിക്കുക ആസ് എ ലൈക്ക് അപ്പോൾ ഇതൊരു ഫാമിലി എൻ്റർടൈനിങ് ആയിട്ട് ഒരുപാട് നർമ്മനിമിഷങ്ങളുണ്ട് ഇതിൽ. അതാ ഞാൻ ചോദിക്കുക, പേജ് ഏത് ജോണർ മൂവിയാന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയാ? ഇറ്റ്സ് എ ഫാമിലി എൻ്റർടൈനിങ് ജോണർ. ലൈക്ക് ഓക്കെ. ഇറ്റ്സ് എ ഇമോഷൻ ഒരു ഓക്കെ ജോണർ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു ഡ്രാമ യു ക്യാൻ ടെൽ ദിസ് ആസ് എ ഡ്രാമ. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ ഡ്രാമ ടോൾഡ് ലൈക്ക് ഇറ്റ്സ് എ ഫാമിലി ഡ്രാമ. ഓക്കെ, അങ്ങനെ നമുക്ക് പറയാം. അങ്ങനെ പറയാം. പക്ഷേ സോഷ്യൽ റിലവൻറ്റ്. കാരണം ഇത് കുട്ടികളിലേക്ക് എത്തിക്കണമെങ്കിൽ മാതാപിതാക്കൾ തന്നെ കൊണ്ടുപോകണം. അതെ അതെ എന്നാലാണ് അത് കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. പറ്റുള്ളൂ. Yes. ഓക്കെ. അപ്പോൾ ഈ സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് അല്ലെ ഇതുപോലത്തെ സബ്ജക്റ്റ് ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ഇച്ചിരി മടിയാ. അതല്ലെങ്കിൽ നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന സിനിമകൾ എന്ന് പറയുമ്പോൾ കുറച്ചൊരു മാസ് മൂവീസ് ആയിരിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് എങ്ങനെയൊക്കെയോ അറിയാതെ നമ്മുടെ ഉള്ളിൽ ഇപ്പം ഞാൻ അടക്കമുള്ള മലയാളികളുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ആ സിനിമ OTT ഇറങ്ങുമ്പോൾ കാണാം, ഈ സിനിമയാണെങ്കിൽ ഇത് മാസമായിരിക്കും, ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിനെയൊക്കെ മീറ്റ് ചെയ്യാവുന്ന രീതിയിലായിരിക്കും പേജ് എങ്ങനെ ആയിരിക്കും വരുന്നത്? അപ്പോൾ അതിന് ഏറ്റവും വലിയ ഒരു നന്ദി പറയേണ്ടത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അടുത്താണ്, നമ്മുടെ സർക്കാരിൻ്റെ അടുത്താണ്. അപ്പോൾ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അതിലേക്കുള്ള അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ഇതിനെ ഒരു കുട്ടികളിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ലൈക്ക് ഇതിൽ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഇതിൽ ആക്ച്വലി ആക്ട് ചെയ്തിട്ടുണ്ട്. സോ ഹീ ഈസ് ആൾസോ ഇൻവോൾവ് ഇൻ ഇറ്റ്. അപ്പോൾ ഇതിൽ വേറെ മിനിസ്റ്റേഴ്സ് ഇതിൽ ഇൻവോൾവ് ആണ്. അപ്പോൾ അവർക്കൊക്കെ ഈ സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടു. കാരണം ഇത് ജനങ്ങളിലേക്ക് എത്തണം എന്നാണ് അവരും വിചാരിക്കുന്നത്. അപ്പോൾ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ലൈക്ക് നമുക്ക് അവരുടെ തന്നെ ഹെൽപ്പോട് കൂടിയിട്ട് ഇത് വലിയ ഓഡിയൻസിലേക്ക് എത്താൻ പറ്റട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ശരിയാണ്, യു റൈറ്റ്ലി സെഡ്, കമേഴ്ഷ്യൽ എലിമെൻറ്റ്സ് ഇല്ല. ₹1 നമ്മൾ ചിലവാക്കുമ്പോൾ അതിനുള്ള ലൈക്ക് സോ എങ്ങനെയാണ്? അപ്പോൾ അതിനേക്കുള്ള ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റും ഇതിന് സപ്പോർട്ടീവായിട്ട് വരാൻ വേണ്ടി ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ലൈക്ക് അവർക്കത് ചെയ്യാനുള്ള ഒരു മനോഭാവം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഓഡിയൻസിലേക്ക് അത് എത്തണം എന്നുള്ളതാണല്ലോ. അവരോട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി. അപ്പോൾ അവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഫാമിലി ഓഡിയൻസ് വന്ന് അവരുടെ കുട്ടികളെയും കൊണ്ട് വന്ന് ഒരുമിച്ച് വന്ന് ഇത് കണ്ട് അതിൽ ലൈക്ക് അവർക്ക് എല്ലാവർക്കും ഒരു ടേക്ക് അവേ ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ആസ് എ ഫിലിം മേക്കർ എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. ഇപ്പോൾ നേരത്തെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നായകൻ ഫിക്സ് ആയല്ലോ. ഇപ്പോൾ സാറാണെന്നുള്ളത് ഫിക്സ് ആയി. അത് കഴിഞ്ഞപ്പോഴാണ് ബാക്കി കോ ആക്ടേഴ്സിനെ നമ്മൾ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടെ ഉള്ളത് അനുശ്രീ ആണ് എന്ന് അറിഞ്ഞ ആ ഒരു മൊമെന്റ് ഉണ്ടാവുമല്ലോ. കാരണം അനുശ്രീ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്, നമുക്ക് ഒന്നും പറയാനില്ല. അപ്പോൾ ഒരു ആദ്യത്തെ ഒരു ഫീലിങ്സ് എങ്ങനെയായിരുന്നു? ടെൻഷൻ ആണോ അല്ലെങ്കിൽ എന്തായിരുന്നു ആ ഒരു സംഭവം? അല്ല, സന്തോഷം ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അനുശ്രീയുടെ ഫസ്റ്റ് പടത്തിൽ അനുശ്രീയുടെ കോ ആക്ടർ നമ്മുടെ ഫഹദ് ഫാസിൽ ആയിരുന്നു അല്ലേ? അപ്പോൾ അതില് പുള്ളിക്കാരൻ്റെ പേര് അപ്പൊ ഞാൻ വിചാരിച്ചു അതെ അടുത്ത അരുണേട്ടനാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങള് ഓൺ സെറ്റിലാണെങ്കിലും വി വർ ഹാവിങ് എ ഗുഡ് ഫൺ ആൻഡ് ലൈക്ക് ഷീസ് എ സീനിയർ ആക്ട്രസ് ആൻഡ് സീനിയർ കോ ആക്ടറിൻ്റെ ഒപ്പം നമുക്ക് അഭിനയിക്കാൻ കിട്ടുമ്പോഴുള്ള ഒരു ലൈക്ക് ആ ഒരു എക്സ്പീരിയൻസ് അതിന് ഒരുപാട് പഠിക്കാനുണ്ടായി. ലൈക്ക് അവരെങ്ങനെയാണ് ഓരോ ടേക്സും എങ്ങനെയാണ് അവർ ചെയ്യുന്നത്, അവരെങ്ങനെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നത്, അതൊക്കെ ഭയങ്കര ഒരു രസമായിരുന്നു. അതൊക്കെ ആ ഒരു എക്സ്പീരിയൻസ് കൂടി ഫ്ലോ ചെയ്ത് പോകാനേ. പിന്നെ അത് മാത്രമല്ല ലൈക്ക് അവർ
ഹൗ പ്രൊഫഷണൽ ഷീ ഈസ് വിച്ച് മീൻസ് ഇപ്പോൾ എത്ര ടൈം എത്ര എങ്ങനെ ടൈം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രാത്രി 2 മണി വരെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഓ, Yeah. രാവിലെ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഓക്കെ. അപ്പോൾ അത് അതിൻ്റെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ ചോദിക്കാൻ തന്നെ പോയില്ല എന്താ എങ്ങനെയാണെന്ന്. കാരണം വെച്ചാൽ ഐ ക്യാൻ സീ ദാറ്റ്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം 7 മണിക്ക് പുള്ളിക്കാരത്തി ഷൂട്ടിന് വരുമ്പോൾ അപ്പോൾ ഞാൻ നമ്മളൊക്കെ എന്ത് പറയാനാ. സോ അപ്പോൾ ആ ഒരു ഡെഡിക്കേഷനൊക്കെ എനിക്ക് ഇറ്റ്സ് എ ടേക്ക് അവേ, ഇറ്റ്സ് ഗിവ് ഇറ്റ്സ് ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഓക്കെ. ഏകദേശം എത്ര ടൈം ഉണ്ടായിരുന്നു ഷൂട്ട്? എത്ര ദിവസങ്ങൾ ഉണ്ടായിരുന്നു? അയ്യോ, അത് ഒരു 10-20 ദിവസത്തിന് താഴെ ഉണ്ടായിട്ടുള്ളൂ മൊത്തം ഓക്കെ. പടത്തിൻ്റെ ഷൂട്ട്. അപ്പോൾ അത് പ്രൊഡക്ഷൻ്റെ ആ ഒരു ബഡ്ജറ്റല്ലേ ഉള്ളൂ നമുക്ക്. അപ്പോൾ ഓക്കെ. അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ. അതുകൊണ്ടാണ് നമ്മൾ രാപ്പകലില്ലാതെ അതിലേക്ക് ഷൂട്ടിലേക്ക് പോകുന്നതും. ഞാൻ മാത്രമല്ല, മനുഷ്യർ മാത്രമല്ല, അതിലുള്ള എല്ലാവരും, എല്ലാ അതിലുള്ള ആക്ടേഴ്സും. കുട്ടികളായാലും അതിലുള്ള ഇപ്പോൾ അതാണ് ഇപ്പോൾ ആ ലൊക്കേഷൻ എന്ന് പറയുന്നത് രാമപുരം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ആ, ഞാൻ രാമപുരത്ത് പോയിട്ടേ ഇല്ല. അതെവിടെ, ഏത് ജില്ലയാണ് വരുന്നത്? നമ്മുടെ ഈ പാല എത്തണേക്കാൾ മുമ്പാണ്. കോട്ടയം. ആ ആ ഒരു അപ്പോൾ ഞാൻ കോട്ടയത്ത് പോയിട്ടുണ്ട്, പാലയിൽ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ രാമപുരം കണ്ടിട്ടില്ല. കേട്ടിട്ടില്ല. ഇല്ല ഇല്ല, ഇനി കേട്ടിട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഞാൻ ഓക്കെ, പോയിട്ടില്ല. അറിയില്ല. ഞാൻ അവിടെ പോയിട്ടേ ഇല്ല. അപ്പോൾ അതൊരു ചെറിയൊരു സ്ഥലമാണ്. എന്ത് രസമാണെന്ന് അറിയാം. നല്ലൊരു അവിടുത്തെ ആൾക്കാരും വളരെ വെൽക്കമിങ് ആണ്. അപ്പോൾ അവിടുത്തെ ചവറ സ്കൂൾ അവിടെ വെച്ചിട്ടാണ് അതിലത്തെ കുട്ടികളാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഓക്കെ. സോ അപ്പം അങ്ങനെയുള്ള അവിടുത്തെ പ്രിൻസിപ്പൾ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിക്കാരനൊക്കെ ഇപ്പം എനിക്ക് അഭിനയിക്കാൻ പറ്റി. അയ്യോ, അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. കാരണം ഞാൻ JP എന്ന് പറയുന്നത് ജോൺ പോൾ എന്നുള്ള ക്യാരക്ടറാണ് ചെയ്യുന്നത്. അതിന്റെ ചുരുക്കി വിളിക്കുന്നതാണ്. അതെ, അത് JP എന്നാണ്. അപ്പം പല ആൾക്കാർ എന്നെ JP അപ്പം അവരെല്ലാവരും വിചാരിച്ചു എൻ്റെ ശരിക്കുള്ള പേര് JP അത് എന്നാണ്. തന്നെയാണെന്ന്. അല്ല, ഒരു ക്യാരക്ടറിന്റെ പേരിൽ അറിയപ്പെടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമാണ്. അത് വലിയൊരു അക്സെപ്റ്റൻസ്. അപ്പം സ്കൂളിൽ സീനിൽ എന്താണ്, ഞാൻ ട്രെയിനറാണ്. അപ്പം അതിൽ ഞാൻ ആക്ച്വലി ട്രെയിനർ, മോട്ടിവേഷണൽ ട്രെയിനറാണ് അതിൽ. ഓക്കെ. അപ്പോൾ ദാറ്റ് സംതിങ് വെരി കൈൻഡ് ഓഫ് വെരി ഗുഡ് ചാലഞ്ച് ഫോർ മീ. അപ്പോൾ ഒരു സീനുണ്ട്. അപ്പോൾ അതിന് ഞാൻ കുട്ടികൾക്ക് ട്രെയിൻ ചെയ്യിച്ച് കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പം ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് ആക്ച്വലി ഇറ്റ്സ് അബൌട്ട് സെക്സ് എഡ്യൂക്കേഷൻ. ഓക്കെ. സോ വാട്ട് ഈസ് ഇമ്പോർട്ടൻസ് അബൌട്ട് ഇറ്റ്, ഓൾ ദോസ് തിങ്സ്. അപ്പം കുട്ടികൾ അതിലുണ്ടായിരുന്ന കുട്ടികളൊക്കെ എങ്ങനെ അവരാദ്യമായിട്ട് ആക്ട് ചെയ്യുന്നത്. ഒരു 10-20 കുട്ടികളുണ്ടായിരുന്നു. എല്ലാ ന്യൂ ഫേസസ് ആണ്. എല്ലാ ന്യൂ ഫേസസ്. അതൊക്കെയാണ് നമ്മൾ ഈ സിനിമയിൽ കൂടെ നമ്മൾ കൊണ്ടുവരുന്നത് അവരെ. അപ്പോൾ അവരായിട്ടുള്ള ഇൻട്രാക്ഷൻ അതെനിക്ക് പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ പക്ഷെ അവരെ അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ ഒപ്പം നിന്നു. പിന്നെ വിത്തിൻ ഹാഫ് എ ഡേ നമ്മൾ ആ ഷൂട്ട് ഫിനിഷ് ചെയ്തു. അപ്പോൾ ആ സീൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റി അവരുടെ ഹെൽപ്പോട് കൂടി. സ്കൂൾ അത്രയും നമ്മളെ ഹെൽപ്പ് ചെയ്തു. യെസ്, സ്കൂളിൻ്റെ വളരെ വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു അതിലേക്ക്. ഓക്കെ. അപ്പൊ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോഴേ ഡയറക്ടർ പറയുമല്ലോ, എന്റെ നായകൻ ഇങ്ങനെ ആയിരിക്കണം, ഇല്ലെങ്കിൽ ഈ മീറ്ററിൽ പിടിക്കണം എന്നുള്ളത്. അത് എങ്ങനെ എക്സ്പ്ലനേഷൻ ചെയ്തു തന്നത്? അല്ല, പുള്ളിക്കാരൻ അതാണ്. ഞാൻ ഇതൊക്കെ ചോദിച്ചു പുള്ളിക്കാരൻ്റെ അടുത്ത്, ഞാൻ ഏത് മീറ്റർ പഠിക്കണം, എനിക്ക് മീറ്റർ അറിയില്ലെങ്കിൽ പോലും അവൾ എന്താ ഞാൻ. അപ്പം എൻ്റെ അടുത്ത് പുള്ളിക്കാരൻ പറഞ്ഞു, അരുൺ എന്താണോ ബിഹേവ് ചെയ്തത് എൻ്റെ അടുത്ത് ഓഡിഷനിൽ, അതാണ് ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടിട്ടുള്ള JP. കാരണം ആ വ്യക്തി അങ്ങനെയാണ്, ആ ക്യാരക്ടർ അങ്ങനെയാണ്. ക്യാരക്ടർ ആക്ച്വലി ഒരു മോട്ടിവേഷണൽ ആളാണ്. അപ്പം അങ്ങേർക്ക് എപ്പോഴും ഒരു ചിരി ഉണ്ടാവും, അങ്ങേരുടെ ഒരു ഹാപ്പിനെസ് കൊണ്ടുവരും. പക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ പോലും പല ആൾക്കാർക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും മോട്ടിവേറ്റർ വളരെ മോട്ടിവേഷനോട് കൂടിയിട്ട് നിൽക്കണം. അങ്ങനെയാണല്ലോ. അപ്പൊ അതാണ് ആളുടെ ജോലി അതാണ്. അപ്പൊ എന്നിട്ട് ആ ഫുള്ള് പോസിറ്റീവ് എനർജി ഈ കേൾക്കുന്ന ആൾക്കാർക്ക് ഹി നീഡ്സ് ടു സ്പ്രെഡ് ദാറ്റ് പോസിറ്റീവ് എനർജി. ഇതൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ പുള്ളിക്കാരൻ എന്നെ കണ്ടപ്പോ ഞാൻ ചിലപ്പോ അങ്ങനെയായിട്ട് തോന്നിയിട്ടുണ്ടാവും. അങ്ങനൊന്നും അല്ല, ഞാൻ സാധാരണ മനുഷ്യന്. അപ്പൊ പിന്നെ പക്ഷെ ഓഡിഷന്റെ സമയത്ത് ഈ ഒരു ചെറിയൊരു ഐഡിയ എനിക്ക് ആൾ തന്നിട്ടുള്ളതാണ്. സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു, ആ ഡയലോഗ്സിലൊക്കെ ഉണ്ടായിരുന്നു, ഏകദേശം ഇതുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതേപോലെ തന്നെ ബിഹേവ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാം. അപ്പൊ ഞാൻ ഇതേ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എന്താണോ അരുണ് JPയിലേക്ക് കൊണ്ടുപോവുക, JPനെ അരുണിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല, അരുൺ JPയിലേക്ക് കൊണ്ടുവരാന്നുള്ള ഒരു സംഭവമാണ് അങ്ങനെ ട്രൈ ചെയ്തെന്ന് പറഞ്ഞു. റെഫറൻസസ് എന്തെങ്കിലും തന്നായിരുന്നോ? ഒന്നുമില്ല. ഞാൻ പുള്ളിക്കാരനാണ് റെഫറൻസ് ആയിട്ട് എടുത്തത്. കാരണം ഹി ഹിംസെൽഫ് ഈസ് എ മോട്ടിവേഷൻ ട്രെയിനർ. അപ്പൊ ഞാൻ പുള്ളിക്കാരൻ ഇങ്ങനെ ഒബ്സർവ് ചെയ്യും.
ആ. പുള്ളിക്കാരൻ എങ്ങനെ ചെയ്യുക, പുള്ളിക്കാരൻ എങ്ങനെയാ പോയത്, എങ്ങനെ സംസാരിക്കുക, പുള്ളിക്കാരൻ എങ്ങനെയായിരിക്കും ക്ലാസ് എടുക്കുക എന്നൊക്കെയുള്ള ഒരു 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 ഇതുണ്ടായിരുന്നു. പിന്നെ ഇമാജിൻ ചെയ്തു. ഇമാജിൻ ചെയ്തു. എനിക്ക് ലൈക്ക് അങ്ങനെയല്ലേ പറ്റുള്ളൂ. ആ. ഞാൻ അവിടെ ആയിരുന്നു ആ സമയത്ത്. ഞാൻ അങ്ങനെയാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യുമ്പോഴൊക്കെ എങ്ങനെയായിരിക്കും അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, പിന്നെ മോട്ടിവേഷണൽ ആൾക്കാർ എങ്ങനെയൊക്കെ ആയിരിക്കും ബിഹേവ് ചെയ്യുക എന്നൊക്കെ ഞാൻ അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് ലൈക്ക് ഒരു സ്റ്റഡി നടത്തുന്ന പോലെയൊക്കെ നോക്കിയെങ്കിലും അധികം ആൾക്കാരൊന്നും എനിക്ക് കിട്ടിയില്ല. കാരണം എനിക്ക് തോന്നുന്നു അവർ ഓൺലൈനിൽ ചെയ്യുന്നില്ല തോന്നുന്നു. ഉം. എവറിത്തിങ് ദേ ആർ ഡൂയിങ് ഓവർ ഹിയർ ലൈവായിട്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് അധികം പക്ഷേ ഞാൻ പിന്നെ നമ്മൾ ഉള്ളിലേക്ക് ആ ക്യാരക്ടറിനെ എടുത്തു. ഉം. എന്നിട്ട് അവതരിപ്പിക്കാൻ ഞാൻ ട്രൈ ചെയ്തു. അത്രേ ഉള്ളൂ. ബാക്കി പ്രേക്ഷകരാണ് അതെ, തീരുമാനിക്കുകയാണ്. തീർച്ചയായിട്ടും. ഓക്കെ. ഇപ്പൊ ഒരു സിനിമ കഴിയുമ്പോഴത്തേക്കും അതിൽ ആക്ടേഴ്സ് പറയും ഞങ്ങളെ ഹോണ്ട് ചെയ്തിട്ടുള്ള ഒരു സീന്, അല്ലെങ്കിൽ നമുക്ക് അത്രയും അകത്തേക്ക് കയറിയിട്ടുള്ള ഒരു സീൻ ഉണ്ടെന്നോ, അങ്ങനെ ചോദിച്ചാൽ ഏതായിരിക്കും പറയാ? അതിൽ ചില വൈകാരിക നിമിഷങ്ങളുണ്ട്. ഒരു അച്ഛനും മകനും ആയിട്ടുള്ള കുറച്ച് രംഗങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ വളരെ ഒരു ടച്ചിങ് ആയിട്ടുള്ളൊരു സംഭവങ്ങളൊക്കെ ആയിരുന്നു അതിൽ. അപ്പോൾ അത് ഞാൻ കഥ പറയാൻ പറ്റുമല്ലോ, അപ്പോൾ അതെൻ്റെ ഒരു ഓക്കെ. ഇത് പോകും. പക്ഷെ അങ്ങനത്തെ അത് ചില നിമിഷങ്ങൾ ബ്രീഫായിട്ട് ആ ഒരു അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു വീട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണ്, വീട്ടിൽ നടക്കുന്ന ഒരു ഇൻസിഡൻ്റ് ആണ്. അപ്പോൾ ആ ഇൻസിഡൻറ്റിലേക്ക് നമ്മൾ ഇപ്പം ഇതുവരെ അല്ലാത്തൊരു മോട്ടിവേഷൻ ട്രെയിനർ മാറുമ്പോൾ ഒരു അവസ്ഥയുണ്ടല്ലോ. ഓക്കെ. അപ്പോൾ അതായിരുന്നു എനിക്കുള്ളൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള കാരണം അത് വേറെ കളിച്ചും ചിരിച്ചും ഒക്കെ എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യുന്ന മനുഷ്യൻ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു സംഭവം നടക്കുമ്പോൾ അങ്ങേരുടെ താളം തെറ്റുകയാണ് ചെയ്യുന്നത്, വീട്ടിൽ നടക്കുന്ന ഒരു ഇൻസിഡൻറ്റ് കാരണം കൊണ്ട്. അപ്പോൾ അത് പ്രതീക്ഷിക്കുന്നില്ല പുള്ളിക്കാരൻ. അപ്പം അങ്ങനെ പുള്ളിക്കാരൻ അതിന് പ്രതികരിക്കുന്നു. അപ്പം ആ ഒരു വൈകാരിക നിമിഷം വളരെ ടച്ചിങ് ആയിരുന്നു. അത് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് തന്നെ 11 മണി 12 മണി സമയത്താണ്. രാത്രി. ഡേ ഫുള്ള് അങ്ങനെയായിരുന്നു പോയത്. നമുക്ക് ഇത്രയും സമയം കൊണ്ട് ഇത് തീർക്കണം എന്നുള്ളൊരു സ്കെഡ്യൂളിനകത്ത് തീർക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഓക്കെ. പിന്നെ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ ഓസ്ട്രേലിയയിൽ പോയി അവിടുത്തെ ഒരു ലൈഫായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണല്ലോ ഈ സിനിമയിലേക്ക് വരുന്നത്. അപ്പൊ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അയ്യോ, ഡെഫിനറ്റ്ലി അതില്ലെങ്കിൽ ഒന്നും നടക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാം മാനേജ് ചെയ്ത് പോകണം. അങ്ങനെയായിട്ടാണ് ഇപ്പൊ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതെ. അല്ല, ഇങ്ങനെ സിനിമ ചെയ്യാൻ പോവാണ് അല്ലെങ്കിൽ സിനിമയിലേക്ക് പോകണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ അവിടെ നിന്നൊക്കെ വന്ന ഒരു അല്ല, അതിലെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു റാറ്റ് റേസ് പോലത്തെ ഒരു ലൈഫ് ആണ്. അപ്പോൾ എവിടെയാണെങ്കിലും നമ്മളിപ്പോൾ എല്ലാവരും ഈ ടാക്സ് അടിക്കാനും EMI അടിക്കാനും അങ്ങനത്തെ ഒരു ലൈഫാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് മാറി നമുക്കുള്ള ഒരു ആനന്ദം എന്താണെന്നുള്ളത് കണ്ടെത്തിയപ്പോൾ ആണ് നമ്മൾ മനസ്സിലാക്കിയത് ഇതാണ് നമ്മുടെ പാഷൻ എന്നുള്ളത്. അപ്പോൾ പാഷനിലേക്ക് നമ്മൾ തന്നെ കുറച്ച് പ്രയത്നം ചെയ്യണം. അപ്പോൾ അതിൽ വരുമ്പോൾ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ സമയമോ ഇതൊന്നും നമുക്കൊരു പ്രശ്നം, നമ്മളെ ലൈക്ക് ഫിസിക്കലി ആൻഡ് മെൻ്റലി വെൻ വി ആർ ഓൺ എ പാഷൻ, നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു പാഷനോട് കൂടിയുള്ള ജോബാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ യുവർ സെൽഫ്, ലൈക്ക് ഈ സമയത്ത് ലൈക്ക് നമുക്ക് ഈ പോഡ്കാസ്റ്റിന് വരുമ്പോൾ ദാറ്റ്സ് ബിക്കോസ് ഓഫ് പാഷൻ, റൈറ്റ് അല്ലേ? സോ യു ബീൻ ഹാറ്റ്സ് ഓഫ് ടു ദാറ്റ്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ ഈ കലാകാരന്മാർ ഉദ്ദേശിക്കുന്നത്. ആ പാഷന് മുമ്പിൽ നമുക്ക് 9 to 5 ജോബ് അല്ലല്ലോ. അപ്പോൾ അതിലേക്കുള്ള ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില്ലെങ്കിൽ ഇതൊന്നും നടക്കൂല. ലൈക്ക് അപ്പോൾ ഇറ്റ്സ് ലൈക്ക് ഗിവ് ആൻഡ് ടേക്ക്. ലൈക്ക് അപ്പോൾ നമ്മളും അത് മനസ്സിലാക്കണം. അപ്പോൾ ആ ഒരു സ്പേസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ തിരിച്ചു പോയിട്ട് ആ കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് വി നീഡ് ടു ജസ്റ്റ് മാനേജ് ഇറ്റ്. ഓക്കെ. സിനിമ ഒരു ഫുൾ ടൈം കൂടെ കൊണ്ട് നടക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല? എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അത്. എന്നെ ആരെങ്കിലും സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫുൾ ടൈം ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ എന്നെ ആരും സ്പോൺസർ ചെയ്യുന്നില്ല, അതല്ലേ പ്രശ്നം. ഓക്കെ. ഈ ഒരു സിനിമ ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഭാവി ശരിക്കും അങ്ങനെയല്ല കേട്ടോ. ഒരു ആക്ടറിന്റെ അല്ലെങ്കിൽ ഒരു ഡയറക്ടറുടെ ഭാവി നിശ്ചയിക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് മൂവിയാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നായകനായിട്ടുള്ള ഫസ്റ്റ് മൂവിയാണ്. അപ്പൊ നമുക്ക് ഇനി ഒരു ചാൻസ് കൂടി ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതുപോലെ ഫുൾ ടൈം കൊണ്ടുപോകാന്നുള്ള ഒരു ഫ്യൂച്ചർ പ്ലാൻ ഉണ്ടോ? അതിപ്പോൾ കാരണം ഇപ്പോൾ എൻ്റെ മനസ്സിൽ കുറച്ച് പ്രൊജക്ട്സ് ഉണ്ട്, ഞാൻ എഴുതി വെച്ചിട്ടുള്ള പ്രൊജക്ട്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ
അതൊക്കെ യാഥാർത്ഥ്യമാവുമ്പോൾ അപ്പോൾ പിന്നെ ഡെഫിനറ്റ്ലി കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റ് ഒരു ഡയറക്ഷൻ ആണെങ്കിൽ ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് എല്ലാത്തിലും ഉണ്ടാവണം. അതെ. ഇറ്റ്സ് എ ടീഡിയസ് പ്രോസസ്സ്. അപ്പോൾ എനിക്ക് ലൈക്ക് ഞാൻ ജോബിന് സബാറ്റിക്കൽ എടുത്തിട്ട് പോയിട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് അറിയില്ല. അപ്പം ഞാൻ ബ്രേക്ക് എടുക്കേണ്ടി വരും. പക്ഷേ നമ്മളെ പാഷനിലേക്ക് എന്താണോ നമുക്ക് അപ്പോൾ അങ്ങനെ 1-2 പ്രൊജക്ട്സ് എല്ലാം കൂടി വരികയാണെങ്കിൽ ദെൻ ഡെഫിനറ്റ്ലി ഐ വിൽ ടേക്ക് ഇറ്റ് ആസ് എ കരിയർ. ഓക്കെ. അതുവരെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറി നിൽക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണല്ലേ? അതെ, ടാക്സ് അടയ്ക്കണ്ടേ. ഓക്കെ. ഇപ്പൊ ഒരു ഫിലിം മേക്കർ ആവാന്നുള്ളതാണോ അല്ലെങ്കിൽ ആക്ടർ ആവാണോ, ഏതാണ് കൂടുതൽ ഇഷ്ടം? ബിഗ് ക്വസ്റ്റ്യൻ. അത് എനിക്ക് ഫിലിം മേക്കറിങ് ആണ് എനിക്ക്. അല്ല, ഇപ്പം ആക്ടറിനാണെങ്കിൽ പോലും മീൻ ഇൻഡയറക്ട്ലി ഹി ഓർ ഷീ ഈസ് ദെയർ ആൾസോ ഫിലിം മേക്കിംഗ് ലൈക്ക് ആ ഇതിലുണ്ട്. പക്ഷേ ആസ് എ ലൈക്ക് നമ്മളിപ്പോൾ പ്രോപ്പർ ഒരു ഫിലിം മേക്കർ എന്ന് പറയുന്നത് എൻഡ് ടു എൻഡ് അറിഞ്ഞിരിക്കണം. ഈവൻ ലൈക്ക് ഈ മൈക്കിനൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അങ്ങേർക്കത് ചെയ്യാൻ അതിനെക്കുറിച്ച് അറിയില്ലെങ്കിലും ആരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്നുള്ളൊരു സംഭവം. അപ്പോൾ അതിൻ്റെ എല്ലാം എൻഡ് ടു എൻഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അറിഞ്ഞിരിക്കണം. അതൊരു ബിഗ് റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ ഒരു കമ്പനിയുടെ CEO പോലെയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും CEO എത്തുക? നമ്മൾ അടിയിൽ നിന്നല്ലേ ഓരോ പടിപ്പടിയായിട്ടല്ല നമ്മൾ കയറി വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഓരോ പടികളായിട്ട് കയറി വരാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം അങ്ങനെ പഠിച്ച് വന്ന് ഒരു സിനിമ എപ്പോഴെങ്കിലും ഡയറക്റ്റ് ചെയ്യാൻ പറ്റട്ടെ. അതെ, നമ്മുടെ പ്രതീക്ഷകളാണ്. അല്ല, നാട്ടിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റീസ് കിട്ടും എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഇവിടെ ഡെയിലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓഡീഷൻ മാത്രമല്ല, ഡെയിലി ഫിലിം മേക്കിംഗ് ഈസ് ഹാപ്പനിങ്. അവിടെ അങ്ങനെ ഇല്ല. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ തലേ ദിവസം ഞാനൊരു ആഡ് ഫിലിം ചെയ്തു. അതിൻ്റെ ആദ്യമായിട്ട് ഞാനൊരു ആഡ് ഫിലിം ഡയറക്റ്റ് ചെയ്യണം. എനിക്കത് ആ ജോണറും അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷേ ഇംഗ്ലീഷാണ്. അത് ഇംഗ്ലീഷാണ്. അപ്പോൾ അതിൽ അക്കാഡമി ക്വാളിഫയിങ് ആയിട്ടുള്ള ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഷോർട്ട് ഫിലിം അല്ല ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡാറ്റാബേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരെനിക്ക് ഇമെയിൽ അയച്ചു, താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇറ്റ്സ് എൻ ആഡ് ഫിലിം കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷേ ഒരു ത്രെഡ് കിട്ടും അതിൽ. ഈ ഐസൈറ്റിൻ്റെ ലൈക്ക് യു നീഡ് ടു ചെക്ക് യുവർ ഐസ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ. പക്ഷെ അതിൽ എൻഡിൽ ഇറ്റ് നീഡ്സ് ടു ബി എ ഫണ്ണി തിങ്. ലൈക്ക് ഫണ്ണി ആയിട്ടൊരു ഇൻസിഡൻറ്റ് വന്നിട്ട് അതിൽ നിന്ന് ആണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്. ഫ്രീ എൻട്രി ആണ്, ബട്ട് യു നീഡ് ടു ഡു ദാറ്റ് എഫേർട്ട്. അവിടെയാണ് കാര്യം. കാരണം ഇപ്പോൾ ജോലി ചെയ്ത് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഫുൾ ടൈം വർക്കായിട്ടുള്ള സമയത്ത് നമുക്ക് ഇങ്ങനെ സമയം കണ്ടെത്തി ചെയ്യാൻ ഒരാൾ ഇറങ്ങി പുറപ്പെടണം. അപ്പോൾ അതിന് ഒരു യുണീക്ക് തോട്ടും വരണം. കഴിഞ്ഞ 35 വർഷമായിട്ട് ഈ പരിപാടി നടക്കുന്നുണ്ട്, ഈ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പം പെട്ടെന്ന് ഒരു ദിവസം ഞാൻ ഉറങ്ങി കഴിഞ്ഞിട്ടിപ്പോൾ എനിക്ക് തോട്ട് വന്നു. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ക്രൂ മെമ്പേഴ്സായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, വൈ നോട്ട്, നമുക്ക് ലെറ്റ്സ് ഡു ഇറ്റ്, ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ഗോ. അപ്പോൾ ഞാൻ അതിൽ അഭിനയിച്ചവരൊക്കെ ഓസ്ട്രേലിയൻസാണ്, ഓസി ആയിട്ടുള്ള ആക്ടേഴ്സാണ്. സോ എനിക്ക് പക്ക ഓസ്ട്രേലിയൻസായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ രണ്ട് സ്ത്രീ കഥാപാത്രങ്ങൾ അതിൽ ഓസ്ട്രേലിയൻസാണ്. പിന്നെ ഉള്ളതൊക്കെ കുട്ടികളാണ്, ബേബീസ് ആൻഡ് ടോഡ്ലേഴ്സ്. അപ്പോൾ ലൈക്ക് 0 to 3 ആണ്. അത് അടുത്ത ചാലഞ്ചാണ്. അപ്പോൾ ഇറ്റ്സ് അതിൻ്റെ ഇപ്പം ഞാൻ ഓസ്ട്രേലിയക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്ന ചെക്സ് എൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ഡോക്യുമെൻസിനേക്കാളും കൂടുതൽ ഡോക്യുമെൻറ്റ്സ് എൻ്റെ അടുത്തുനിന്ന് കൗൺസിൽ ഈ കുട്ടികളെ വെച്ചിട്ട് ചെയ്യാമെന്ന് ചോദിച്ചു. കാരണം അവിടെ ബേബീസിനെ വെച്ച് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക് ആണ്. അപ്പം അപ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യുന്നുള്ള ചോദ്യങ്ങൾ പിന്നെ എന്നെ അവർ ഇൻ്റർവ്യൂ ചെയ്തു. എന്നിട്ടൊക്കെയാണ് എനിക്ക് സ്പേസ് കിട്ടിയത് ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ കൂടെ ഞാൻ കടന്നു പോയി വന്നേ ഉള്ളൂ ഇപ്പോൾ. സോ അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ്, അപ്പം ഓസ്ട്രേലിയൻ ആക്ടേഴ്സിനൊപ്പം ഞാൻ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്, അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ ഡയറക്ടറിൻ്റെ ഒപ്പം അവർ ആദ്യമായിട്ടായിരുന്നു അവരുടെ. അപ്പോൾ അവർക്ക് അറിയണം ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടോ, മുമ്പ് പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ടോ. ഞാൻ പറഞ്ഞു ഞാൻ ചെറിയ ലെവലിൽ ഇങ്ങനെ ചെയ്തു വരുന്നുണ്ട്. പ്രീവിയസ് അല്ല, അവർ അവിടെ വന്നിട്ടാണ് ഓഡിഷൻ സമയത്ത്. ബിക്കോസ് ഓഡിഷൻ സമയത്ത് നമ്മൾ അവരൊക്കെ സ്ക്രീനിങ് ചെയ്ത് അതിൽ നിന്ന് ഞാനിപ്പോൾ ആലോചിക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം ഞാൻ ആഡ് ഇട്ടപ്പോൾ 4 പേരെ വന്നത്.
ഓ 4 കുട്ടികൾ ഐ മീൻ അതും ഒരു കുട്ടികളുടെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. സ്പോർട്സ് റിലേറ്റഡ് ആ ആയിരുന്നു. സ്പോർട്സ് റിലേറ്റഡ് ആയിരുന്നു എൻ്റെ ഫസ്റ്റ് വൺ ദ ത്രോ. ആ അപ്പം ഇപ്പം ഞാൻ ആപ്ലിക്കേഷൻ ഐ മീൻ ലൈക്ക് കാസ്റ്റിംഗ് കോൾ ഇട്ടപ്പോൾ 62 ആൾക്കാരാണ് അപ്ലൈ ചെയ്തത്. 62. സോ അതാണ് അതിൻ്റെ ഗ്രാജുവലി അത് ഗ്രാജുവലി. ഗ്രോത്ത് അപ്പം നമുക്ക് വരുന്നുണ്ട്. അപ്പം നമ്മുടെ അവയർനെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ലൈക്ക് അപ്പോൾ നൗ ദേ വർക്ക്ഡ് വിത്ത് ആൻ ഇന്ത്യൻ, ദേ വർക്ക്ഡ് വിത്ത് എ മലയാളി. അപ്പോൾ അവർക്കും മനസ്സിലാവും. അപ്പോൾ ഓക്കെ ഇതാണ് നമ്മൾ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോരോ പ്രൊജക്ട്സും നമ്മൾ ചെയ്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എനിക്ക് വേറൊരു പ്രൊജക്റ്റ് വരികയാണെങ്കിൽ ആ പ്രൊജക്റ്റിലേക്ക് അപ്പോൾ അതൊരു കുറച്ച് ഇന്ത്യൻസും ഓസ്ട്രേലിയൻസും വരികയാണെങ്കിൽ നൗ ഐ ഹാവ് എ ടീം. അതെ, ലൈക്ക് അപ്പോൾ നമ്മൾ ചെയ്ത് കൊണ്ടുവന്ന് ട്രൈ ചെയ്യുന്നു. ഇന്റർനാഷണൽ ആയിട്ട് പോകാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല, അങ്ങനത്തെ കോൺസെപ്റ്റ് ആണ് വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാമെന്ന്. നമ്മുടെ മനസ്സിൽ ഉദിക്കുന്ന ഓരോ കാര്യങ്ങളാണല്ലോ. അപ്പം നമുക്ക് അറിയില്ല. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി വൈ ഓക്കെ, നോട്ട്. അപ്പൊ നമുക്ക് ഫ്യൂച്ചർ പ്രൊജക്ട്സ് ഒക്കെ ഉടനെ പ്രതീക്ഷിക്കാൻ പറ്റുമോ? എൻ്റെ പൈപ്പ് ലൈനിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത്. സോ Okay. ലെറ്റ്സ് സീ. അപ്പോൾ അത് എളുപ്പമല്ലല്ലോ ഒന്നും. അതെ, അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഒന്ന് നോക്കുക, ട്രൈ ചെയ്യുക, മാക്സിമം ട്രൈ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഉദ്ദേശം. ഇപ്പൊ ഡിറക്ഷന്റെ കാര്യം പറഞ്ഞപ്പോ ഓൺ സ്ക്രിപ്റ്റ് തന്നെ ആയിരിക്കും, അങ്ങനെയാണോ പ്ലാൻ ചെയ്യുന്നത്? ഞാൻ തന്നെയാണ്. കഥ. അല്ല ഐ മീൻ അങ്ങനെയാണ് തോട്ട്സ് വരുമ്പോൾ അങ്ങനെ എഴുതും. പിന്നെ ലൈക്ക് നമ്മുടെ ഫ്രണ്ട്സും സർക്കിളുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അങ്ങനെ നമ്മളതിനെ ഫുൾ ഫോർമാറ്റിൽ ഇപ്പോൾ ഞാൻ എഴുതിക്കുന്ന ഒരു മലയാള പ്രൊജക്റ്റിൻ്റെ അതിൻ്റെ കഴിഞ്ഞ 1.5 വർഷമായിട്ട് അതിൻ്റെ തന്നെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞിട്ടില്ല. ഇല്ല, കാരണം ഇടയ്ക്ക് ഈ റൈറ്റേഴ്സ് ബ്ലോക്ക് വരും. ഓ, അപ്പം അവിടെ സ്റ്റക്കാവും. അപ്പം പിന്നെ വീണ്ടും എഴുതാൻ തുടങ്ങും. റീസ്റ്റാർട്ട് ചെയ്യണം. അതെ, അങ്ങനെ. പക്ഷെ നമ്മളൊരു അപ്പം ഇത് തന്നെയാണ് ഈ പ്രീ പ്രൊഡക്ഷൻ. നമ്മൾ ഈ പ്രൊഡക്ഷനിൽ പോയിട്ട് ഐ മീൻ ലൈക്ക് ഒരുപാട് വലിയ വലിയ ഡയറക്ടേഴ്സും റൈറ്റേഴ്സും ഒക്കെ ഓൺ സ്പോട്ടിൽ ചെയ്യും. അപ്പം ഓൺ ദി സ്പോട്ടിൽ അവർ സ്ക്രിപ്റ്റ് ചെയ്തു. അപ്പം എനിക്ക് അറിയില്ല അതെങ്ങനെയാണ്. അപ്പം ഞാൻ ഈ റീസെൻ്റ്ലി ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്, ദ പിനക്കൽ വിസ്പർ. അപ്പോൾ ഇറ്റ്സ് എ ഫാമിലി ത്രില്ലർ സബ്ജക്റ്റാണ്. ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൺ ലൈനർ, ഒരു സീൻ്റെ വൺ ലൈനർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി മലയുടെ മുകളിലേക്ക് പോകുന്നു, അവിടെ സംഭവം സംഭവിക്കുന്നു. അപ്പോൾ അത്രേ എഴുതിയിട്ടുള്ളൂ. അപ്പം ഞാൻ ലൊക്കേഷനിൽ പോയി. അപ്പം ലൊക്കേഷനിൽ ഞാനും ക്യാമറമാനും കുട്ടികളും എല്ലാവരും അവരൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ആ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് എനിക്കൊരു തോട്ട് വന്നത്. ബാക്കി അപ്പം അവിടെ വെച്ചിട്ട് ഞാൻ ആ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത്. അപ്പം എനിക്ക് മനസ്സിലായി, ഇപ്പം ഇങ്ങനെയുണ്ട് നമ്മളൊരു ലൊക്കേഷൻ. അതാണ് ഈ ലൊക്കേഷനിലേക്ക് ഇപ്പോൾ ഡയറക്ടേഴ്സും ക്യാമറമാനും കൂടി പോണതിൻ്റെ ഈ പ്രീ പ്രൊഡക്ഷൻ സമയത്ത് അതിൻ്റെ പൊരുൾ ഇതാണ്. മനസ്സിലായില്ലേ? അപ്പം അതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണോ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ. കാരണം ലൊക്കേഷനിൽ നിന്ന് നമുക്ക് തോട്ട്സ് വരാം. നമ്മളിപ്പോൾ ബുക്കും പാനും നമ്മൾ ഒരു റൂമിൽ ഇരുന്നിട്ടല്ല, നമുക്ക് ചിലപ്പോൾ ലൊക്കേഷനിൽ ഇപ്പോൾ സ്പോട്ട് ഇംപ്രവൈസേഷൻ. അപ്പം അത് ഓരോന്നും നമ്മൾ ചെയ്യുമ്പോഴല്ലേ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുള്ളൂ. പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സിനിമ പഠിച്ചു തീരാത്ത സംഭവമാണ്. ഓഷ്യൻ, സാഗരം പോലെ ഇങ്ങനെ ലാലേട്ടൻ പറഞ്ഞ പോലെ. അപ്പൊ പേജ് സിനിമയുടെ ടീസറോ ട്രെയിലറോ എന്തെങ്കിലുമൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ? ഇല്ല, ഇതുവരെയായിട്ടും ഇറങ്ങിയിട്ടില്ല. അപ്പൊ അതിന്റെ പണിപ്പുരയിലാണ്. പക്ഷെ സോങ് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ യൂട്യൂബിൽ കണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു സംഭവം. പ്രേക്ഷകർക്ക് വേണം അതൊന്ന് കാണുകയും ചെയ്യാൻ തോന്നുന്നു, അല്ലേ? ഓക്കെ, ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ആ ഒരു സോങ്ങിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ. അതെ, അപ്പോൾ നമ്മുടെ സോങ് അവിടെ ഒരു പള്ളിയുണ്ട് രാമപുരത്ത്. അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു നമ്മൾ സോങ് സീക്വൻസസ് ഒക്കെ ഷൂട്ട് ചെയ്തത്. അത് ഹാഫ് എ ഡേയിലൊക്കെയാണ് നമ്മൾ ആ സോങ് സീക്വൻസിന്റെ ചില പോർഷൻസ് ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്തത്. അത് അപ്പോൾ ആ സമയത്ത് സോങ് ആയിട്ടില്ല. അപ്പോൾ എല്ലാ ഷൂട്ടിങ് കഴിഞ്ഞിട്ടാണ് വയലാറാണ് വരികൾ. ഭയങ്കര രസമായിട്ടുള്ള എന്ത് രസമാണ് ആ വരികൾ. ജിൻഡോ ആണ് അതിൻ്റെ മ്യൂസിക്. ഓ മൈ ഗോഡ്, ലൈക്ക് അതിനായിട്ട് ഭയങ്കരമായിട്ട് ലൈക്ക് നല്ലൊരു സോങ് ആയിട്ട് എനിക്ക് തോന്നി. നിങ്ങൾ കേട്ടു നോക്കും. രണ്ടിലകൾ എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. രണ്ടിലകളിൽ ഉണ്ടാവുന്ന കുഞ്ഞലികളിൽ ഉണ്ടാവുന്ന സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പടം. നമ്മൾ റിലീസ് എപ്പോഴത്തേക്കാണ് പ്രതീക്ഷിക്കേണ്ടത്? November 14th ഫിംഗേഴ്സ് ക്രോസ്ഡ്. ലൈക്ക് അതാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഓഫ് ചിൽഡ്രൻസ് ഡേ, കുട്ടികളുടെ. അതൊരു മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് തന്നെയാണോ?
മാർക്കറ്റിങ്ങിന്റെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടറിന്റെ ഒരു ആഗ്രഹമായിരുന്നു ഓക്കെ. എൻ്റെ അടുത്ത് പറഞ്ഞത് അന്ന് ഞാൻ കാരണം വന്നപ്പോൾ. നമ്മുടെ ഓഡിയൻസ് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ടാണല്ലോ. അപ്പം എക്സാക്ട്ലി. അപ്പോൾ അത് ആ ഓരോ ദിവസത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു പ്രാധാന്യം ഉണ്ടല്ലോ. അപ്പോൾ ഈ മൂവി അന്ന് വരണം എന്നുള്ളതാണ് അങ്ങേരുടെയും ക്രൂവിലുള്ള എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹം. അപ്പോൾ അതിന് ഇനി സെൻസർ ബോർഡ് കനിയണം. അതെ അതെ, അത് കറക്റ്റായിട്ട് അതുപോലെ തന്നെ നടക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. താങ്ക് യു. അപ്പൊ എന്തായാലും ഇനി നമ്മൾ നെക്സ്റ്റ് ടൈം കാണുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ഫിലിം മേക്കർ ആയിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കാൻ പറ്റട്ടെ, ആക്ടർ ആവട്ടെ. അതുപോലെ പേജ് സിനിമ എല്ലാ പ്രേക്ഷകർ ഇരു കൈകളും നീട്ടി സ്വീകരിക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. താങ്ക്സ് ഫോർ ഹാവിങ് മീ.